കിഴക്കൻ ഏറനാട്ടിലും മലപ്പുറം ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലൊക്കെ ഓരോ ഗ്രാമത്തിനും ഇതേപോലെ ഒരു സമരസേനാനിയുടെ കഥ പറയാനുണ്ട്. 1921 മാപ്പിളമാർ വെള്ളക്കാരോടേറ്റു പടവേട്ടിയെ എന്താ കൊള്ളയും കോലയും പലതന്ന് മലനാട്ടിൽ കൊള്ളക്കാരും വെള്ളക്കാരും കാട്ടിയേന്ന് പാട്ടുണ്ട്. അപ്പൊ ഈ പാട്ടിന്റെ ധർമ്മം ഒരു പാട്ട് എന്നുള്ളതല്ല, ഒരു ചരിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ആവിഷ്കരിക്കുക, അല്ലെങ്കിൽ ആ ചരിത്രം ഇല്ല. എന്റെ പൊന്നുമ്മാരരെ പിന്നെന്തിനാ വേറൂപ്പ് എൻ്റെ മേലിൽ വെച്ചിടുന്നു ചിന്തയിൽ മോഷിപ്പ്. ഒരു സമരത്തെ സ്വാധീനിച്ച പാട്ട് 47 നിരോധിക്കുകയാണ്. ചിലപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ഒരു പാട്ട് കൃതി നിരോധിച്ചത് ചിലപ്പോൾ അതായിരിക്കും ആദ്യം. ആ തരത്തിൽ ചരിത്രം രേഖപ്പെടുത്തതുകൊണ്ടാണ്. നമ്മുടെ രാജ്യം സ്വതന്ത്രമായിട്ട് ഇന്നത്തേക്ക് 80 വർഷം തികയുകയാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മഹാത്മാക്കൾ, രക്തസാക്ഷികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ ഓർമ്മിക്കലും അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങളെ സ്മരിക്കുക എന്നുള്ളതും ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. നമ്മളിന്ന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ എഴുതപ്പെട്ട, അതല്ലെങ്കിൽ മാപ്പിളമാർക്കിടയിൽ എഴുതപ്പെട്ട ചില പാട്ടുകളും അതിൻ്റെ ചരിത്രവും പശ്ചാത്തലവുമാണ് സംസാരിക്കുന്നത്. എന്നോടുകൂടെ ഈ സംസാരത്തിൽ പ്രശസ്ത മാപ്പിളപ്പാട്ട് സാഹിത്യകാരനും മാപ്പിള കലകളിലും പാട്ട് സാഹിത്യത്തിലും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫൈസൽ എളേറ്റിൽ സാറുമാണ് സംബന്ധിക്കുന്നത്. സാറിനെ ആദരപൂർവ്വം ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരം അതിൻ്റെ ഒരു ഘട്ടം, അത് പ്രത്യേകിച്ച് കേരളത്തിൽ അതുണ്ടാക്കിയ അലയൊലികൾ അത് ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ ചർച്ചക്കേറെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പം, മലയാളികളോട് സംസാരിക്കുമ്പോൾ അതിന് വലിയൊരു പ്രസക്തി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സമരം അത് നമ്മുടെയൊക്കെ നാട്ടിൽ, പ്രത്യേകിച്ച് മലബാറിൽ, കിഴക്കൻ ഏറനാട്ടിൽ, അല്ലെങ്കിൽ ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ, അല്ലെങ്കിൽ പാലക്കാട്, കോഴിക്കോട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന മലപ്പുറം ജില്ലയുടെ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയ ചലനങ്ങൾ ചരിത്രത്തിൽ വേണ്ടത്ര രേഖപ്പെടുത്താതെ പോയ കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിലൊക്കെ സംസാരിക്കാറുണ്ടെങ്കിലും എത്രത്തോളം മുഖ്യധാരാ ചരിത്രത്തിൽ ഇതിന് സ്ഥാനമുണ്ട് എന്നുള്ളത് ഇന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് അത് ഒരു വേള അത്തരം ഒരു ചരിത്രത്തെ നമ്മൾ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുക കൂടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ഇപ്പോൾ പാട്ടും സാഹിത്യമൊക്കെ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഉൾക്കൊണ്ടത്. ഇപ്പം നമ്മുടെ ഇപ്പോൾ ചില വിശ്വസാഹിത്യത്തിലെ കൃതികളൊക്കെ ചില രാജ്യങ്ങളുടെ വിപ്ലവകരമായ മാറ്റത്തിന്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണത്തിന്, ചില ദുർഭരണത്തെ താഴെ ഇറക്കി പുതിയ ഒരു ഭരണാധികാരിയെ സ്ഥാനം അങ്ങനെ ഏൽപ്പിക്കുന്നതിനൊക്കെ കാരണമായ ചരിത്രങ്ങൾ സാഹിത്യകൃതികളുടെ സ്വാധീനത്തെക്കുറിച്ച് പറയാറുണ്ട്. ഇപ്പം മാക്സിം ഗോർക്കിയുടെ അമ്മ എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ഒരു പൂർവികരായ ആളുകൾ ഈ ഒരു വലിയ രാജ്യത്തിന് വേണ്ടി, ഇന്ന് നമ്മൾ അഭിമാനപൂർവ്വം പറയുന്ന നമ്മുടെ മണ്ണിന് വേണ്ടി പടപൊരുതിയ ചരിത്രം, എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, നമ്മൾ അന്വേഷണത്തിൽ, ഞാനതിൽ വിശദമായിട്ട് ഒരു ചരിത്ര ഗവേഷകനല്ല, ഞാൻ അത് പഠിച്ചിട്ടില്ല. പക്ഷേ നമ്മളൊക്കെ പല സ്ഥലങ്ങളിൽ സന്ദർശിക്കുമ്പോഴും, അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രദേശങ്ങളിലും പല പരിപാടികളുമായി ചെല്ലുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം, ഈ പ്രദേശത്തൊക്കെ, ഈ കിഴക്കൻ ഏറനാട്ടിലും മലപ്പുറം ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലൊക്കെ ഓരോ ഗ്രാമത്തിനും ഇതേപോലെ ഒരു സമരസേനാനിയുടെ കഥ പറയാനുണ്ട്, ചരിത്രം പറയാനുണ്ട്. മാത്രമല്ല വലിയ മാറ്റത്തിന് കാരണമായ ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം വഹിച്ച ആത്മീയ നേതാക്കൾ, പണ്ഡിതന്മാർ, അവരൊക്കെ ചരിത്രം, മുഖ്യധാര ചരിത്രത്തിൽ എവിടെയും നമ്മൾ കാണാത്ത കാര്യമാണ്. ഓരോ പ്രദേശത്തും ആ പ്രദേശത്തുണ്ടായ സംഭവങ്ങൾ, അത് സംബന്ധിച്ചുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ കാവനൂരിൽ, ഞാൻ ഉദാഹരണമായിട്ട് ഞാനൊരു പരിപാടിക്ക് പോയപ്പോൾ കാവനൂരിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രമുണ്ട്. ഒരു പുസ്തകമാക്കിയിട്ട് ഇറക്കിയിരുന്ന അവർ കാവനൂരിൽ സമരമുണ്ടാക്കിയ അലയൊലികളെക്കുറിച്ചും. അങ്ങനെ ഓരോ പ്രദേശത്തുണ്ട്. ഇപ്പോൾ പൂക്കോട്ടൂരുണ്ട്, തിരുവരങ്ങാടിയുണ്ട്, പാണ്ടിക്കാടുണ്ട്,
അങ്ങനെ നമ്മൾ ആ പ്രദേശത്ത് ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഇപ്പോൾ മുട്ടിയറ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സംഭവത്തെക്കുറിച്ചൊരു പാട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംസാരത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഈ പാട്ടിൻ്റെ ഒരു ചരിത്രം എടുക്കുന്ന സമയത്ത്, അതായത് സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട പാട്ടിൻ്റെ ചരിത്രം എടുക്കുന്ന സമയത്ത് നമ്മുടെ മുഖ്യധാര മലയാളത്തിൽ വളരെ പ്രശസ്തമായ കുറേ പാട്ടുകൾ നമ്മൾ കാണാറുണ്ട്. വള്ളത്തോളിൻ്റെ മാതൃഭൂമി എന്ന് പറയുന്ന, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകാം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോരാൻ നിറമ്പോ, ഇതൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ്. പോരാ പോരാ നാളിൽ പോരാ പോരാ നാളിൽ നാളിൽ. അതുപോലെ തന്നെ ഇവിടെ നാട്ടിലെ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബലികുടീരങ്ങളെ, ഈ പാട്ടിനൊക്കെ ഭയങ്കര രസകരമായ ചരിത്രമുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 100ാം വാർഷികത്തിലാണ് ഈ പാട്ട് ഈ വയലാർ രാമവർമ്മ എഴുതുന്നത്. കെ രാഘവൻ ആണ് പാടിയിട്ടുള്ളത്. വളരെ പ്രശസ്തമായ ഒരു പാട്ടാണ്. എങ്കിൽ പോലും ഇതിനൊക്കെ പറയുന്ന പോലെ ഇതുപോലത്തെ ഇതിനൊക്കെ ഒരു സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നതിന് അപ്പുറമായിട്ട് ഇത് രണ്ട് പർപ്പസിലായിരിക്കും പലപ്പോഴും എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന് ഒരു എന്താ പറയൽ, ദേശഭക്തി ആളുകളെ ഉള്ളിലേക്ക് കയറ്റിവിടുക എന്നുള്ള ഈ പർപ്പസിൽ എഴുതപ്പെട്ടത്. മറ്റ് ചില സാധനങ്ങൾ കുറേയും കൂടി വിപ്ലവകരമായ ആശയങ്ങളായിരിക്കും. അതായത് ആളുകൾക്കും ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതിയിട്ടുള്ള വിപ്ലവഗാനം ഫീലുള്ള അല്ലെങ്കിൽ റവല്യൂഷണറി കാറ്റഗറിയിലുള്ള പാട്ടുകളായിരിക്കും. ഈ അർത്ഥത്തിൽ വരുന്ന മാപ്പിളമാർക്കിടയിൽ എഴുതപ്പെട്ട ഏതെങ്കിലും പാട്ടുകളുണ്ട്? അതായത് ഞാൻ ചോദിക്കുന്നത്, ദേശഭക്തി എന്ന് പറയാവുന്ന ഒരു കാറ്റഗറി, അതല്ലെങ്കിൽ വിപ്ലവഗാനം എന്നൊക്കെ പറയാവുന്ന സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ മാപ്പിളമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ? അതിൻ്റെ ഒരു പശ്ചാത്തലം. ഈ രണ്ട് തരത്തിലാണ് ഇതിനെ പാട്ടുണ്ട്. രണ്ട് തരത്തിൽ. ഒന്ന്, സമരത്തിൽ നേരിട്ട് ഇടപെട്ട പാട്ടുകൾ. ഓക്കെ. സമരത്തിൽ നേരിട്ട് ഇടപെട്ട് പാട്ടുകൾ കൊണ്ട് പ്രശ്നങ്ങൾക്കുണ്ടായ സാധനം. പിന്നെ ഇപ്പോൾ 57 വയലാർ എഴുതി എന്ന് പറഞ്ഞു. അതുപോലെ പിന്നെ സമരത്തെ കുറിച്ച് എഴുതിയ പാട്ട്. ഇത് രണ്ട് കാറ്റഗറി ഈ വിഷയത്തിലുണ്ട്. ഇപ്പോൾ 1921 മലബാർ സമരത്തെക്കുറിച്ച് PM കാസിം എഴുതിയപ്പോൾ 921 മാപ്പിളമാർ വെള്ളക്കാരോടേറ്റു പടവേട്ടിയെ, എന്താ, കൊള്ളയും കോലയും പലതന്ന് മലനാട്ടിൽ കൊള്ളക്കാരും വെള്ളക്കാരും കാട്ടിയേ എന്ന് പാട്ടുണ്ട്. ഇത് ഒരു നാടകത്തിന്, 921 നാടകത്തിന് വേണ്ടിയിട്ട് PM കാസിം പിന്നീട് എഴുതിയ പാട്ടാണ്. പക്ഷെ ഇപ്പോഴും ആളുകൾ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പാട്ടിനെ കുറിച്ച് പറയും. അതാ സംഭവം പറയും. അല്ലയോ ലിബിറിട്ടൻ്റെ ഭരണത്തെ കുലുക്കി അലി മുസലിയാർ മതപ്രസംഗം നടത്തി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പാട്ടുണ്ട് അതിൽ. അപ്പോൾ അത് സമരത്തെക്കുറിച്ച് എഴുതിയ പാട്ടിന് ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇപ്പോൾ കമ്പളത്ത് ഗോവിന്ദനായരുടെ ഒരു പാട്ടില്ലേ, ഇപ്പോൾ നമ്മളെല്ലാവരും പാടുന്ന പാട്ടാണ്, അന്നിരൂപത്തൊന്നിൽ നമ്മളി മലയാളത്തിൽ വന്നു ചേർന്ന വലിയ തോക്കിൻ, അങ്ങനെ ഒരു പാട്ടില്ലേ അതിൽ. ഏറനാട്ടിലെ ഇപ്പോൾ അതേക്കുറിച്ച് ഒരുപാട് ചരിത്രമൊക്കെ പറയുന്നുണ്ട്. കുറച്ചൊക്കെ അതിശയോക്തി കലർത്തിയ ആളുകൾ പറയും. നമ്മൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വരെ പറയും. അപ്പം പിന്നെ കുറച്ച് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യം. ഈ പാട്ട് ഒരു വാരികയിലാണ് വന്നത്. വാരികയിലോ പീരിയോഡിക്കല്ല വന്നത്. അപ്പോൾ വന്നപ്പോൾ ഈ പാട്ടിൻ്റെ ആവേശം ഉൾക്കൊണ്ട് ആളുകൾ പ്രകടനമായി ഹിച്ച്കോക്കിൻ്റെ പ്രതിമ പൊളിക്കാൻ പോയതാണ്. ഹിച്ച്കോക്കിൻ്റെ പ്രതിമ, ഹിച്ച്കോക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹിച്ച്കോക്ക് ആരാണെന്നൊന്നും നാട്ടുകാർക്കൊന്നും അറിയില്ല. കാരണം ഇപ്പോൾ നമ്മുടെ മീഡിയാസോ അതൊന്നും ഇല്ലാത്തൊരു കാലമല്ലേ. അപ്പം ആ കാലഘട്ടത്തിൽ പിന്നെ ഹിച്ച്കോക്കിൻ്റെ പ്രതിമ വള്ളുവമ്പുറത്ത് സ്ഥാപിച്ചപ്പോഴാണ് ഇദ്ദേഹം ഈ പാട്ട് എഴുതുന്നത്. അദ്ദേഹം ഒരുപാട് പിന്നെ ചിത്രീകരണങ്ങളും ലേഖനങ്ങളൊക്കെ എഴുതിയ വിപ്ലവകാരിയായ പുരോഗമന പ്രസ്ഥാനത്തോട്ട ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മകൻ രാമേന്ദ്ര മാഷെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ വളരെ ആവേശപൂർവ്വം സംസാരിച്ചിട്ടുണ്ട്. ഒരു 10-15 വർഷം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടത്. രണ്ടുപേരും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മക്കൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പെൺകുട്ടികളാണ്, ഒരു പ്രായമായി അവർ. അപ്പോൾ അദ്ദേഹം എഴുതിയ ഈ പാട്ട് വലിയ ആവേശം ഉണ്ടാക്കി. ഇപ്പോൾ മഞ്ചേരി നിന്നഞ്ചാറ് മൈൽ ദൂരവേ മോങ്ങത്തിൽ സഞ്ചരിക്കുന്നവർക്ക് കാണാറാകുമാ നീരത്തിൽ. ഒന്ന് ആ പാട്ട് ഉപയോഗിച്ചൊരു ഭാഷ ഉണ്ട്. ഇപ്പോൾ നിരത്ത് എന്നൊക്കെ പറയുന്ന പഴയ റോഡ് നമ്മൾ പറയുന്ന പ്രശ്നമല്ല. നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. അപ്പോൾ ഹേതു എന്നൊക്കെ നല്ല ഇത് പറയുന്നുണ്ട്. പിന്നെ നമ്മളുടെ കൂട്ടരെയാണ് ആ സുവർ കൊന്നത്. ഈ സുവർ എന്നുള്ള പ്രയോഗം ഇപ്പോൾ എൻ്റെ നാട്ടിൽ പോലും ഇല്ലാത്ത പ്രയോഗം. അത്രയോ എനിക്കിപ്പോഴും സുവർ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ എൻ്റെ നാട്ടിൽ പെട്ടതല്ല. ഞങ്ങളുടെ നാട്ടിൽ സുവർ എന്നാൾ പറയാറില്ല. പക്ഷെ ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ മോശമായ രീതിയിൽ സംസാരിക്കുന്ന കള്ള സുവർ പറയും. നമ്മളെ നാട്ടിൽ പറയില്ല, മലപ്പുറത്ത് പറയായിരിക്കും. നമ്മളുടെ നെഞ്ചിലാണ് ആ കല്ല് നാട്ടി വെച്ചത് ഈ പ്രതിമ. എന്നിട്ട് പറയാണ്,
പിന്നെ കോഴിക്കോട്ടിന്നപ്പുറം പോരാടിയേ മൂത്താപ്പന്മാർ. നമ്മൾ എത്ര ബാപ്പമാരെ കയറ്റി അന്ന് തൂക്കിൽ അങ്ങനെ പറയാണ്. ഇപ്പം ഈ ഹിച്ച്കോക്കിൻ്റെ ഒരു പ്രശ്നം അദ്ദേഹമാണ് വളരെ ക്രൂരമായ ഒരു നടപടിയല്ലേ ഈ വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡിക്ക് ഒത്ത ഒരു ദാരുണമായ സംഭവം ഇന്ത്യൻ സമര ചരിത്രത്തിൽ എവിടെയുള്ളത്? പക്ഷേ അതൊന്നും ഇപ്പോൾ നമ്മൾ പറയുന്നു എന്നല്ലാതെ നമ്മുടെ ചൗരി ചൗര സംഭവം, മറ്റേ ജാലിയൻ വാലാബാഗ് സംഭവമൊക്കെ പോലെയുള്ളൊരു സംഭവമാണ്. പക്ഷെ അതൊന്നും ചരിത്രത്തിൽ രേഖപ്പെടുന്നില്ല മുഖ്യധാരയിൽ. ആ ക്രൂരമായ ഒരു സംഭവം വാഗൺ ട്രാജഡി എന്നാണ് പറയുന്നത്. സംഭവം എന്നല്ല പറയുന്നത്, ട്രാജഡി എന്നാണ് പറയുന്നത്. അതൊരു ദുരന്തമാണ്. ആ ദുരന്തത്തിൻ്റെ ഓപ്പറേഷൻ്റെ മുഖ്യ ശില്പി അദ്ദേഹം. അത്ര ക്രൂരമായ നടപടികൾ കൊണ്ട് അദ്ദേഹം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അത് 42-ാമത്തെ വയസ്സിൽ പ്ലേഗ് വന്ന് മരിച്ചു എന്നാണ് ഞാനത് വായിച്ചത് അവിടെ. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രതിമ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചപ്പോൾ ഇത് ആരാണെന്ന് ബോധ്യപ്പെടുത്തേണ്ട കടമ ആർക്കുണ്ട്? ഒരു കവിക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം. അതിനൊരു അവസാനം ഒരു വരിയുണ്ട്. എന്താണ്? രാജ്യസ്നേഹം വേറ് കൊണ്ട കൂട്ടരുണ്ടി നാട്ടിൽ, രക്ഷ വേണമെങ്കിൽ മണ്ടിക്കോട്ട വേര് ഇംഗ്ലണ്ടിൽ. മാപ്പിളപ്പാട്ടിൻ്റെ ഒരു സാധാരണ പ്രയോഗങ്ങൾ ബ്രിട്ടന്, ദുഷ്ടന് എന്നുള്ള പോലെ ഈ പ്രാസ നിയമങ്ങൾ, പിന്നെ അവർ മണ്ടിക്കോട്ട വരെ ഇംഗ്ലണ്ടിൽ, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഇത് കേട്ട ആളുകൾക്ക് ആവേശം ഉണ്ടായെന്നും ആളുകൾ സമരത്തിൽ ആവേശപൂർവ്വം പൊളിക്കാൻ പോയെന്നും അവരെ പിന്തിരിപ്പിച്ചു എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ കമ്പളത്ത് ഗോവിന്ദനായരെ പോലെയുള്ള ഒരാൾക്ക് അവിടുത്തെ ഭാഷയിൽ പാട്ട് എഴുതാതിരിക്കാൻ കഴിയുന്നില്ല. ഇതൊരു പ്രത്യേക സമുദായത്തിൻ്റെ ഭാഷയിലുള്ള പാട്ടൊന്നല്ല, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആ തരത്തിലാണ് നമ്മൾ ആ പാട്ടിനെ കാണേണ്ടത്. ഭാസ്കരൻ മാഷ് പാട്ട് എഴുതിയിട്ടുണ്ട് ആ കാലത്ത് സമരത്തിൻ്റെ. അദ്ദേഹം 3 മാസക്കാലം ഒളിവിൽ പോയി ഈ പാട്ട് ഇതിൻ്റെ പേരിൽ നിന്ന് നിയമ നടപടിയെ പേടിച്ച് ഒളിവിൽ പോയി എന്ന് വി എം കുട്ടി മാഷയുടെ ഒരു ചരിത്ര പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. മഞ്ഞണിഞ്ഞ മാമല തെളിഞ്ഞിടും മലനാട്ടിലെ, പൊന്നണിഞ്ഞ വയലുകൾ പൊളഞ്ഞിടും മലനാട്ടിലെ. നമ്മളതിനെക്കുറിച്ച് പറയുകയാണ് ഇപ്പോൾ. അതിൽ പറയുന്നുണ്ട്, വിസ്മരിക്കുകയില്ല ഞങ്ങൾ അക്രമത്തിൻ തേരില്, വിസ്മയം വളർത്തിടും ആ വിപ്ലവം എന്ന് പറയാണ്. അന്ന് വീണു മൺമറഞ്ഞ ധീരരാം യുവാക്കളെ, വന്നു ചേർന്ന വലിയ തോക്കിന്നേർക്കടുത്ത സഖാക്കളെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ഈ പാട്ട് സാധാരണ മാപ്പിളപ്പാട്ടിൻ്റെ ഉംബർ സുഹൃത്തൊക്കെ പറയുന്ന മനോഹരമായ ഒരു ഇശല്ലാലപിക്കാൻ കഴിയുന്ന പാട്ടാണ്. അപ്പം ഭാസ്കരൻ മാഷും കമ്പളത്തും ഒക്കെ സജീവമാക്കിയ ഒരു സമരമാണത് നമ്മുടെ മുമ്പിലുണ്ടായത്. ഇപ്പം 21 മുമ്പ് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴും നമ്മുടെ ഈ ചരിത്രത്തെ പാട്ട് എങ്ങനെ രേഖപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ, മനാത്ത് വീട്ടിൽ കുഞ്ഞിമരക്കാരൻ്റെ നമ്മളെ ഈ ഒരു ചരിത്രമല്ലേ, ഈ അത്ഭുതരത്നമാല കോട്ടുപള്ളി കുഞ്ഞിമരക്കാർ ഷഹീദ്. അതേ ഈ കുഞ്ഞിമരക്കാർ പിന്നെ കല്യാണ ദിവസം കപ്പലിൽ പോയിട്ട് ഒരു പോർച്ചുഗീസുകാരോട് സമരം ചെയ്താണ്. ആ ധീരയോദ്ധാവിൻ്റെ ചരിത്രം ഒരു ചരിത്ര പുസ്തകത്തിലൂടെ നമ്മൾ കാണില്ല. ഈ ഒരു പാട്ട് കുനിയിൽ ലിംബിച്ചിക്കോയ തങ്ങൾ വൈദ്യരെഴുതിയ ആ ഒരു പാട്ട് പുസ്തകം മാത്രമാണ് ആ ചരിത്രത്തിന് അവലംബിക്കുന്നത്. അതിനെ കുറിച്ച് ചരിത്രകാരനായ എം ഗംഗാധര മാഷൊക്കെ ഒരു നോട്ട് എഴുതിയിരുന്നു ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട്. ഈ പാട്ട് പുസ്തകം വെച്ചാണ് ചെയ്തത്. അപ്പോൾ ഈ പാട്ടിൻ്റെ ധർമ്മം ഒരു പാട്ട് എന്നുള്ളതല്ല, ഒരു ചരിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ആവിഷ്കരിക്കുക, അല്ലെങ്കിൽ ആ ചരിത്രം ഇല്ല. അത്തരം ധർമ്മങ്ങളൊക്കെ പാട്ടുകൾ നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ഞാൻ ഈ വെള്ളപ്പൊക്കം, ഇതൊരു ബന്ധപ്പെട്ട വിഷയമല്ല. വെള്ളപ്പൊക്കം 2018-ലും 2019-ലും വെള്ളപ്പൊക്കം സജീവമായപ്പോൾ നമ്മളിതിൻ്റെ പാട്ടുകളെ കുറിച്ച് ഇപ്പോൾ മാതൃഭൂമിയിൽ വാരാന്തപ്പതിപ്പിലും മാതൃഭൂമിയിലൊക്കെ വെള്ളപ്പൊക്കം വിഷയമായ മലയാള സാഹിത്യത്തിലെ കൃതികളെ അനാവരണം ചെയ്തുകൊണ്ട് ലേഖനങ്ങൾ എഴുതി ഡോക്ടർ യാസർ അറഫാത്ത് ഒക്കെ. അതിൽ ഒരുപാട് ലേഖനങ്ങൾ പലരും എഴുതിയിട്ടുണ്ട്. അതിൽ വന്നത് ഈ ഇപ്പോൾ തകഴിയുടെ ചില നോവലുകളിലും കഥകളിലും വെള്ളപ്പൊക്ക പരാമർശം, മാധവിക്കുട്ടിയുടെ പരാമർശം, കൂടുതൽ സജീവമായി വെള്ളപ്പൊക്കത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ചരിത്ര പുസ്തകം ഉള്ളത് പറ്റി പുലിക്കോട്ടിലിൻ്റെ വെള്ളപ്പൊക്കവും മുണ്ടമ്പ്രയുടെ വെള്ളപ്പൊക്കവുമാണ്. 1920-കളിൽ നടന്ന ഒരു 20-കളിൽ വെളുത്തേടത്ത് അഹമ്മദ് എന്ന നാടക തൂഫാൻ മാല, അത് 1905 നടന്ന വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്ര ഗ്രന്ഥങ്ങൾ നമ്മളെ പൂർവികർ ഇത്ര മനോഹരമായിട്ട് ഈ പാട്ട് രൂപത്തിൽ പാട്ടുകൾ ജനങ്ങൾ അത്രയും സ്വാധീനിച്ചിട്ടുള്ള തെളിവുകളാണ്. അപ്പോൾ ഒരു സമരത്തിൽ നിന്നും പാട്ടിൽ നിന്നും വിട്ടു നിൽക്കാൻ പറ്റില്ല.
നമ്മളെ ഈ ഒരു ഇതുപോലത്തെ ഈ വിപ്ലവശീലികൾ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ഈ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടുകൾ ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ ആയിട്ട് ഒരുപാട് മലയാളത്തിലല്ലാതെ മറ്റു ഭാഷകൾ നമുക്കൊക്കെ അറിയുന്ന ഒരുപാട് പ്രശസ്തമായ പാട്ടുകൾ, നമ്മൾ സ്ഥിരം കേൾക്കുന്ന സാരേ ജഹാംസ അച്ഛ, അതുപോലെ അച്ഛ എന്ന് പറയുന്ന പാട്ട്, അതുപോലെ തന്നെ നമ്മുടെ വന്ദേ മാതരമൊക്കെ അടക്കമുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയുന്നതാണ് സർഫറോഷി കി തമന്ന, അബ് ഹമാരെ ദിൽ മെ ഹെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭഗത് സിംഗിനൊക്കെ പോലെയുള്ള ആളുകൾ തൂക്കിലേറ്റപ്പെടുന്ന സമയത്ത് അവർ പോകുന്ന സമയത്ത് പാടി പ്രശസ്തമാക്കിയിട്ട് ബിസ്മിൽ അഹമ്മദാബാദിയുടെ അസിമാബാദിയുടെ പാട്ടുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ പാട്ടുകളുണ്ട്. ഇപ്പം നമുക്കറിയാം ഈ CANRCയുടെ സമയത്തൊക്കെ അതായത് ഇതിന് വലിയൊരു തുടർച്ച ഇങ്ങനെ വരുന്നുണ്ട്. ഇതുപോലത്തെ അതായത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് സ്വൈര ജീവിതത്തിന് എന്ത് തടസ്സം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21 അതായത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ അകത്ത് പറയുന്നുണ്ട് റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ചർച്ചയിൽ പറയുന്നുണ്ട് അഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള, ഡിഗ്നിറ്റിയോട് കൂടി ജീവിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടന ഉറപ്പ് വരുന്നത്. അതിനെതിരെ എന്ത് പ്രശ്നം വരുന്ന സമയത്തും ലോകത്ത് അത് ഇവിടെയെന്നല്ല ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് നമ്മൾ പോയി ഇതുപോലത്തെ പ്രതിഷേധങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം കേരളത്തിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ പാടുന്ന പാട്ട് ഇതൊരു ഐസൊലേറ്റഡ് സാധനമൊന്നുമല്ല. ഇത് ഇന്ത്യയിൽ നടത്തി വരുന്ന സ്വാതന്ത്ര്യദിന സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു പാട്ട് പാരമ്പര്യം തുടർച്ച തന്നെയാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത് ഈ പുതിയ കാലത്ത് അതല്ലെങ്കിൽ മാഷ് നേരത്തെ പറഞ്ഞ 2 ഐറ്റം പാട്ടുകളുണ്ട്. അതായത് ഈ നമ്മുടെ സമരവുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധപ്പെടുന്ന പാട്ടുകൾ, അതാണ് 21 വിപ്ലവമൊക്കെയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ പറഞ്ഞു. അതല്ലാതെ ഇത് അനുഭവിച്ച ആൾ അതല്ലെങ്കിൽ അതിന് ശേഷമുള്ള ആൾ ഇതിനെക്കുറിച്ച് പറയുന്ന കുറേ പാട്ടുകളുണ്ട്. അങ്ങനത്തെ ചില പാട്ടുകൾ ഞാനിപ്പോൾ 921 മാപ്പിളമാർന്നുള്ള പാട്ട് നേരത്തെ അതുപോലെ തന്നെ വാരിയനെ കുറിച്ചൊരു പാട്ടുണ്ട്. വാരിയൻ കുന്നത്ത് ഹാജി ശൂരിതം നിറഞ്ഞ ഹാജി ചോരരാം വെള്ളപ്പടയെ ഓട്ടുവാൻ. പുന്നക്കോട് അബ്ദുൽ ഖാദർ സാഹിബ് എഴുതിയ മനോഹരമായ ഒരു പാട്ടാണ്. ഞാനത് വലിയ സാഹിത്യ ഗുണമുള്ള പാട്ടുകൾ പലരും എഴുതിയിട്ടുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അപ്പോൾ അതിനിപ്പോൾ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അത് ഇപ്പം ഉബൈദ് മാഷ് സ്വാതന്ത്ര്യത്തിന് ശേഷം പാട്ട് എഴുതി. ഓക്കെ, എന്തിതു ആ സംഭവത്തെ കുറിച്ച്, എന്തിതു വിണ്ണിൽ പുതുതായി കരിനിഴൽ കാണുന്നു ഭംഗി, എന്നു ലണ്ടൻ ഗോപുരങ്ങൾ തങ്ങളിൽ ചോദ്യം തുടങ്ങി. ആ സംഭവം പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ട് പനിച്ചങ്ങ് കിടന്നുറങ്ങിയെന്നുണ്ട്. നമ്മൾ ഈ സമരത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ഞാൻ പറയാണ്. ഇപ്പം നാടൊന്നായി നീവർന്നു നിന്നാലേറിയിടുന്നു. നിങ്ങൾ നേരത്തെ ഉദ്ദേശിച്ചല്ലോ ദേശീയോത്ഗ്രഥനവും ഐക്യമൊക്കെ പറയാം. നൽഹിന്ദിൻ കാനി മക്കൾ മുഴുവൻ ചേർന്നിതു ഹിന്ദു മുസൽമാൻ കൂട്ടം, തേർന്നിതു പൗരോത്ബുദ്ധതയേറ്റം, പൂർണ്ണസമൈക്യത്തിൻ വിളയാട്ടം, ഐക്യത്തിൻ പാതാകകൾ ഉയർന്നു പാറി, അടിമത്തം അകറ്റുവാൻ ശ്രമങ്ങളേറി. പിന്നെ ഈ വീര ശൗക്കത്തരിയോട് മുഹമ്മദ് ഗാന്ധിജി, പിന്നെ CR ദാസ്, ഇവരെ പേരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള പാട്ടുകളുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം ഇതേക്കുറിച്ച് പറഞ്ഞു. ഞാനൊരിക്കൽ ഈ പാട്ടൊക്കെ നമ്മൾ മുതിർന്നപ്പോൾ ഉബൈദ് മാഷിൻ്റെ കൃതികളിലൊക്കെ ഇങ്ങനെ ഒരു പാട്ടിന് അത്ഭുതപ്പെടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഉമ്മയുടെ ഉമ്മ 92-ാമത്തെ വയസ്സിൽ ഒരു 15 കൊല്ലം മുമ്പ് മരിച്ചുപോയത്, 14 കൊല്ലം മുമ്പ് മരിച്ചുപോയതാണ്. വല്യമ്മക്ക് ഈ പാട്ടറിയാം. അപ്പം ഞാനിത് എന്താ ചോദിച്ചു, എൻ്റെ ഉമ്മാക്ക് ഇപ്പം ഞാൻ ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ എല്ലാവരും പാടി നടന്ന പാട്ടാണ്. ഉബൈദ് മാഷ് പൊതുവേ ഗഹനമായ പാട്ടുന്ന ആളാണ്. അങ്ങനെ മലയാള ഭാഷ പ്രയോഗം അദ്ദേഹത്തിന് ഇങ്ങനെ നല്ല പണ്ഡിതനായിരുന്നു. ഈ പാട്ട് ഇവർക്ക് കാണാതറിയാം. അപ്പം അവരൊക്കെ ഈ കുട്ടിക്കാലത്ത് ഈ പാട്ടുകൾ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ ശേഷമുള്ള കാലഘട്ടത്തിൽ ഈ പാട്ടുകളൊക്കെ ആവേശപൂർവ്വം പാടി നടത്തിയിട്ടുണ്ടെങ്കിൽ തെളിവാണല്ലോ അത്. ചിലപ്പോൾ സ്വാതന്ത്ര്യ സമരകാലത്തിൽ എഴുതപ്പെട്ടതാണെങ്കിൽ അതും സംഭവിക്കാമല്ലോ. അപ്പം എനിക്ക് വലിയൊരു അത്ഭുതം തോന്നിയൊരു കാര്യമാണത്. സ്കൂളുകൾ ഇപ്പോൾ അക്കാലത്ത് സ്കൂളുകളിലൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒപ്പനക്കൊക്കെ ഉപയോഗിക്കുന്നത് വദുൽ മുനീസുൽ ജമാലും തെഷരീഫ് ഒപ്പനപ്പാട്ടൊക്കെ ആണെങ്കിൽ അക്കാലത്ത് ഇത് ഒപ്പന ശീലമാണ്. അക്കാലത്ത് നമ്മളൊക്കെ ഉമ്മയുടെ കാക്ക ചെറുപ്പത്തിൽ ഒപ്പനൊക്കെ ആയിട്ട് ഈ പാട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അവിടെ മണവാട്ടിയുടെ പ്രശ്നമൊന്നുമില്ല, കാരണം ഒപ്പന ചായരും മുറുക്കൊഴിച്ചലും ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രായമുള്ള സ്ത്രീകൾ, അതാ ഞാൻ പറയാൻ കാരണം. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു. നമ്മൾ വലിയ കാര്യത്തിലൊക്കെ കണ്ടുപിടിച്ച പാട്ട് ഇവർക്കിത് പണ്ടേ അറിയാം. സാധാരണ മലയാളം വായിക്കാൻ ചെയ്യാത്ത സ്ത്രീകളായി പറയണത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ അതിന് ശേഷം വന്നിട്ടുണ്ട്. ഞാനത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് പാട്ട് പറയണം. അതുകൊണ്ട് അത് എല്ലാം നിലവാരത്തിലുള്ളതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ പാട്ട് ഒപ്പനച്ചാലല്ല. പിന്നെ കുട്ടിമാഷ് കുറേ പാട്ടുണ്ട് രംഗത്തോട്ട്, വി എൻ കുട്ടിമാഷ് കുറേ പാട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ഇടപെട്ട പാട്ട്. സാധാരണ പലരും ഈ കല്യാണ പാട്ടുകളും ഭക്തിഗാനവും മാത്രമാണല്ലോ പ്രോഗ്രാം ചെയ്യുക. വി എൻ കുട്ടിമാഷ് ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, എന്താണ്
വെള്ള പൂക്കോട്ടൂരെ ശുഹതാക്കള് വെള്ളപ്പട്ടാളത്തെ ഞെട്ടി വിറപ്പിച്ച മാമല നാടിൻ്റെ മക്കളെ, മാമല നാടിൻ്റെ മക്കളെ, പൂക്കോട്ടൂരെ ശുഹതാക്കളെ എന്നൊക്കെ ഗാനമേളയിലൊക്കെ പാടും അദ്ദേഹം പാട്ടുകൾ. 920 മറ്റേ ആ സിനിമയിൽ ആ മറ്റേ നാടകത്തിലെ പാട്ടും അങ്ങനെ വന്നതാണ്. ഇങ്ങനെയുള്ള പാട്ടുകൾ, ഒറ്റപ്പെട്ട പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ കുറിച്ച് മനോഹരമായ ഒരു പാട്ട് KS മുഹമ്മദ് കുട്ടി പാടിയിട്ടുണ്ട്. ഇപ്പൊ തോക്കുകൾ നീട്ടും മുമ്പിൽ വാക്കുകളാൽ ബോംബിട്ട് തൂക്കുമരം പുല്ലായി കണ്ടുള്ള മഹാന ഭാരത മക്കള സ്വാതന്ത്ര്യത്തിന് പൊരുതിയ മോനാന്നുണ്ട്. അത് ഈ വാക്കുകളാൽ ബോംബിട്ടു. യെസ്. ഇപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ, ഒറ്റപ്പെട്ട പാട്ടുകൾ പലതും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പം പൊതുവേ നമ്മൾ ഈ ചരിത്രം പറയുമ്പോൾ പഴയ പാട്ടുകളാണല്ലോ അതിൻ്റെ ഒരു തീർച്ചയായും. നോട്ട്സ് വെച്ച് പറയാം. ഏതെങ്കിലും കൃതികൾ ഇങ്ങനെ വന്നിട്ടുണ്ടോ? KT മുഹമ്മദിൻ്റെ നമ്മൾ തിരുവരങ്ങാടി KT മുഹമ്മദ് കേട് 921 പറഞ്ഞിട്ടൊരു ഒരുപാട് ഈ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു പാട്ട് പുസ്തകമാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ഇപ്പം നമ്മുടെ ഈ ചെറുവാടിയിലുള്ള പാലക്കാന്തുറ അബൂബക്കർ മുസ്ലിയാരുടെ കൊടിയത്തൂർ, താമരശ്ശേരി ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ചരിത്രമൊക്കെ ഈ പാട്ടിൽ പറയുന്നുണ്ട്. ചെറുവാടിയിലാണ് പിന്നെ വലിയ തോതിൽ സമരം നടന്നത്. ചെറുവാടി സമരത്തെക്കുറിച്ച് 3 പാട്ടിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ പിന്നെ ഈ KT മുഹമ്മദിൻ്റെ 920 മലബാർ സ്വാതന്ത്ര്യ സമരം. ഒറ്റപ്പെട്ട പാട്ടിലാണ് കൂടുതൽ, എത്രയോ പാട്ടുകളുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ സംഭവത്തെക്കുറിച്ച് പറയുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ മുമ്പിൽ അവതരിപ്പിച്ച മനോഹരമായ ഒരു പാട്ടാണ് പുലിക്കോട്ടിലിൻ്റെ മറിയക്കുട്ടിയുടെ കത്ത്. അത് നമ്മൾ പരാമർശിക്കാതെ പോകരുത്. ഞാൻ തന്നെ സംസാരിക്കത്തോട്ടോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കാലഘട്ടത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. സമരത്തിനെ കുറിച്ച് ആ പാട്ടിൽ പറയുന്നില്ല. അതേസമയം നിലനിന്നിരുന്ന ആ ഒരു സാഹചര്യം അവിടുത്തെ നമ്മുടെയൊക്കെ മാപ്പിള പെണ്ണുങ്ങളൊക്കെ അനുഭവിച്ച ഈ നിസ്സഹായാവസ്ഥ, പിന്നെ വല്ലാത്ത തോതിലുള്ള ഒറ്റപ്പെടൽ, സ്വന്തം പരിശുദ്ധിയെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകത. കാര്യം എന്താ വെച്ചാൽ ആണുങ്ങളൊക്കെ ബെല്ലാരി ജയിലിലോ കോയമ്പത്തൂർ ജയിലിലോ ഒക്കെ പിടിച്ചുകൊണ്ട് പോയി പച്ചക്ക് ആളുകൾ ദിവസം 300 പേരെ കണക്ക് ഒരു 1-2 മാസം വെടിവെച്ച് കൊന്നെന്ന് പറയുന്നില്ലേ. പുരുഷന്മാർ വീട്ടിലില്ലാത്ത അവസ്ഥയിൽ സ്ത്രീകൾ ഉണ്ടാകുന്നൊരു പ്രയാസമുണ്ട്. അവർ ജോലിക്ക് പോകേണ്ടി വരും നിർബന്ധാവസ്ഥയിൽ. കാരണം വീട്ടിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളുണ്ടാവും, അവരെ പോറ്റി വളർത്തണം. അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഒരുപാട് ചൂഷണത്തിന് വിധേയമായിട്ടുണ്ട്. ആ ചൂഷണങ്ങൾ പാട്ടാക്കുകയല്ല ചെയ്തത്. അങ്ങനെ അനുഭവിക്കുന്ന ഒരു മറിയക്കുട്ടിയുടെ ജീവിതം അത് ആ ഒരൊറ്റ പാട്ടിലൂടെ പുലിക്കോട്ടിൽ പറയാണ്. അവൾ ജയിലിലേക്ക് കത്തെഴുതാണ്. ഇതൊരു പെർട്ടിക്കുലർ മറിയക്കുട്ടിയെക്കുറിച്ച് എഴുതിയ പാട്ടല്ല. സ്വാഭാവികമായിട്ട് ആ ഒരു സങ്കടം. ഇപ്പോൾ മാനീതർ ഉമൈ നട്ട് നനച്ച് പോറ്റിയും വന്ന് മരം പൂത്ത് കനി മുന്നം പറിച്ചു തിന്നേ ഇരസം മനസ്സുള്ളിൽ മറന്നോ കണ്ണകന്നേ പിന്നെ. എനിക്ക് അതെന്താ വെച്ചാൽ അവിടുത്തെ പല സ്ത്രീകളെക്കുറിച്ചും തെറ്റിദ്ധാരണ കൊണ്ട് മൊഴി ചൊല്ലിയിട്ടുണ്ട് ആളുകൾ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ഇവർ വന്ന് വൈര് തടഞ്ഞു വെക്കുമ്പോൾ അതിനൊക്കെ ചെറുത്തു നിന്ന സ്ത്രീകൾക്കെതിരെ അക്കാലത്തെ സാമൂഹ്യ തൊഴിലാളികളെ ആളുകൾ ജയിലിലേക്ക് എന്തെങ്കിലും മോശമായ കഥ പറഞ്ഞ് കത്തയക്കും. ഇവർ തെറ്റിദ്ധരിച്ച് പറഞ്ഞുവിടാവും. അതാണ് പറയുന്നത്, ജയിലിൽ നിന്നുമേ ഇന്നാളെനെയും കയത്തിട്ട് ചീട്ടുണ്ട് കനിന്തതാലണയപ്പെട്ടേ വ്യസനം തീരാതെ എന്നെ ദുഃഖക്കടലിൽപ്പെട്ടേ. എനിക്ക് ഈ അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അല്ല എൻ്റെ അവസ്ഥകൾ അറിയുന്നോരുമൈ അല്ലോ, അതുകൊണ്ട് ഇനിയേറ്റം പറയേണ്ടല്ലോ, ഇവിടെ ഉമതൊയ്യെ എനിക്കൊരു സഖിയില്ലല്ലോ. അതൊക്കെ ആലോചിച്ചാൽ ബേജാറായി പോണ പാട്ടുകളാണ്. അത്ര നിഷ്കളങ്കമായിട്ട് ഈ വിഷയങ്ങൾ സംസാരിക്കുന്ന പാട്ടുകൾ, ഈ വിഷയം സംസാരിക്കുന്ന പാട്ടുകൾ. നമ്മൾ അതിലിപ്പം ആ കാലത്തെ വിശ്വാസങ്ങൾ, ആചാരങ്ങളൊക്കെ വന്നു. അങ്ങനെ ബെല്ലാരിക്കുടനൊട്ട് വരാൻ വല്ല വഴിയുണ്ടോ, വല്ലികൾ കവിയിടേക്ക് വരാൻ പാടുണ്ടോ, ഉമതേ വരൂകിൽ കണ്ടിടാൻ വല്ല നിവൃത്തിയുണ്ടോ. എനിക്കിങ്ങനെ എല്ലാവരെയും നിങ്ങളെ കാണണമെന്നൊക്കെ ഉണ്ട്. കാരണം ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരികയാണ്. അങ്ങനെ പ്രവേശനമുണ്ടെങ്കിൽ ജയിലിലേക്ക് എനിക്ക് വരാമെങ്കിൽ, ഉണ്ടതെങ്കിൽ വന്നു കാണാൻ
ഉണ്ട് മോഹം പൊന്നെ ഒറ്റ നോക്ക് കണ്ട് മരിച്ചോട്ടെ അന്ന് തന്നെ എൻ്റെ പൊന്നുമാരരെ പിന്നെന്തിനാ വേറൂപ്പ് എൻ്റെ മേലിൽ വെച്ചിടുന്നു ചിന്തയിൽ മോഷിപ്പ് ചക്ക് പാലം മേലിരുന്ന് ചക്കര തിന്നാലും നിശ്ചയം പുണ്ണാക്കാണതെന്ന് ചിലർ പോലും. എന്നിട്ട് പറയാണ്, എന്നെ നിങ്ങളൊയ്യെ തൊട്ടിട്ടില്ല മറ്റൊരാണ് എമ്പിടുന്നു കൊണ്ടുവെട്ടി തങ്ങളെ കാലാണ്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA മലയാളത്തിന് സബ്ബായിട്ട് പഠിക്കാണ്ടായിരുന്നു ഇപ്പം ഈ ഒരു ടെക്സ്റ്റ്. ഇതൊക്കെ വലിയ സംഭവങ്ങളല്ലേ. ഒരു പാട്ട് നമുക്കിപ്പോൾ ഈ ദുബായിക്കത്താണല്ലോ നമ്മളെ മനസ്സിലുള്ള പാട്ട്, ഗൾഫിലേക്കായിരുന്ന 10 പാട്ട്. എനിക്ക് തോന്നുന്നു മാപ്പിളപ്പാട്ടിൽ മനോഹരമായ ഒരാദ്യത്തെ കത്ത് പാട്ട് മറിക്കുട്ടിയുടെ കത്താണ്. പിന്നീടാണ് ദുബായ് കത്ത് നമ്മളൊക്കെ മൈഗ്രേഷൻ ഈ പ്രവാസം വന്നതിന് ശേഷമാണ്. അതിന് മറിയക്കുട്ടിൻ്റെ കത്തുപാട്ടിൻ്റെ ഒരു സാധനം എന്ന് പറയുന്നത് കത്തിൻ്റെ അപ്പുറമായിട്ടുണ്ടല്ലോ, അത് നിലനിൽക്കുന്നൊരു സാമൂഹ്യ അവസ്ഥയും കൂടി നമുക്ക് വരച്ചു എന്നുള്ളതാണ്. പിന്നെ ആ പാട്ട് ചെയ്യുന്ന കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഈ നാലകത്ത് കാസിം ഖാൻ, അത് ഈ മാപ്പിളപ്പാട്ടിനെ പറ്റി ഒരുപാട് പഠനം നടത്തിയ ഒരു പ്രായമുള്ള സാധു മനുഷ്യനായിരുന്നു നാലകത്ത് കാസിം ഖാൻ, വണ്ടൂരിലെ. അത് 2001-2 മരിച്ചു പോയത്. അദ്ദേഹം ഒരുപാട് പാട്ടിനെ കുറിച്ച് നല്ല അറിവുള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ഒരു പാട്ട് പാടിയൊക്കെ പറയുന്നത്. അയാൾ ഈ സംഭവം വിശദീകരിച്ചിട്ട് അയാൾ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മറിയക്കുട്ടി കത്ത് ആ കാലഘട്ടത്തിലെ മനുഷ്യന്മാർ അവരൊക്കെ നേരിട്ട് അനുഭവിച്ച, അവരുടെയൊക്കെ രക്ഷിതാക്കൾ അനുഭവിച്ച പ്രയാസങ്ങളായി. അവരെയൊക്കെ മാതാപിതാക്കളാണല്ലോ ഈ 21-ലും ഒക്കെ ഉണ്ടാവുക. അത് നമ്മളൊക്കെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ആ സംഭവം. അതിനതൊരു വല്ലാത്തൊരു സംഗതിയാണ്. അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ, നിരോധിക്കപ്പെട്ട പാട്ടുകൾ. ഇപ്പം ഈ ചേറൂർ പടപ്പാട്ടൊക്കെ നമ്മൾ അതിപ്പോൾ പറയാൻ പറ്റുമോ എന്നുള്ളതല്ല. ഒരു സമരത്തെ സ്വാധീനിച്ച പാട്ട് 47 നിരോധിക്കുകയാണ്. ഏത് 57 1857 1-ാം സ്വാതന്ത്ര്യ സമരത്തും അതിൻ്റെ 10 കൊല്ലം മുമ്പ് ഇത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പാട്ടിൻ്റെ ഒരു ചരിത്രം ചിലപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൊരു പാട്ട് കൃതി നിരോധിച്ചത് ചിലപ്പോൾ അതായിരിക്കും ആദ്യം. ആ തരത്തിൽ ചരിത്രം രേഖപ്പെടുത്തതുകൊണ്ടാണ്. ഈ മഞ്ചേരിയിലെ അത്തൻ കുരിക്കളുടെ അവരുടെ ഒരു പാട്ടുണ്ട്, എന്താ മഞ്ചേരി കലാപകാവ്യോ അങ്ങനെ പറഞ്ഞിട്ട് മഞ്ചേരി, അത് നിരോധിക്കപ്പെട്ട പാട്ടുണ്ട്. അത് എഴുതിയ ആളും എഴുതാൻ സഹായിച്ച ആള് ഒരു സീമാ മുസ്ലിയാറിനെ സഹായിച്ച ആള്, അതിന് സപ്പോർട്ട് ചെയ്ത മദാരി കുഞ്ഞു മുഹമ്മദ് ഹാജി, ഇവരെ 3 ആളെ അറസ്റ്റ് ചെയ്തു. 1-ാം പ്രതി, 2-ാം പ്രതി, 3-ാം പ്രതിയാക്കി. ആ പാട്ട് അവർ പിന്നെ എന്താ പറയുക കണ്ടുകെട്ടി. അതിൻ്റെ കോപ്പി ഇപ്പോൾ ലഭ്യമല്ല എൻ്റെ അഭിപ്രായം. അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. വേറെ ചെറുപടപ്പാട്ടൊക്കെ നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയല്ല ഒരുപാട് ചരിത്രം. ഇതുപോലത്തെ പാട്ട് പാടിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയോ മറ്റോ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സംഭവങ്ങളുണ്ട്? അതായത് നമ്മുടെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പാട്ടുകളുടെ പേരിൽ? അല്ല, അതേ ഉണ്ടായിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഉണ്ടായിരിക്കുന്ന ഈ കടയ്ക്കൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം നിരപരാധിയായ അദ്ദേഹം കടയ്ക്കൽ മൊയ്തീൻകുട്ടി ഹാജിയുടെ പാട്ടുകളൊക്കെ ചിലപ്പം അത് സംഭവം ഇത് കൃത്യമായിട്ടല്ല പറയുന്നുണ്ട്. ശിക്ഷ വിലങ്ങിച്ചെന്നെ വിടുത്തിത്താരാൻ ഉങ്കളെ പേര് വെളുത്ത് മലങ്ങവൻ എൻ വിളികേളും. അദ്ദേഹം ജയിലിലെ കഷ്ടപ്പാട് ഒരുപാട് പാട്ട് എഴുതിയാണ്. ജന്നാത്തുൽ ഫിർദൗസിലിരിക്കും ക്ഷേമക്കിരികടരാകിയ 313 മുർസലീങ്ങളെ ശിക്ഷയിൽ ഉൾപ്പെട്ടുങ്കളെ മുഹിയുദ്ദീൻ ജയിലിൽ കിടന്നിട്ട് വിളിത്തിടും സങ്കടമുക്ക് നിവൃത്തി മാങ്കളെ എന്ന് പറയണ്ട. അപ്പോൾ അത് ഒരുപാട് ആളുകൾ ജയിലിൽ അടച്ചിട്ടുണ്ട്. കടയ്ക്കൽ മൊയ്തീൻകുട്ടി ഹാജിയാണ് അതിലൊരു പറയപ്പെടുന്ന ഒരു ആളായിട്ട് വന്നത്. ഈ കമ്പളത്തിന് ജോലി പിരിച്ചുവിട്ടു. അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹത്തെ പിരിച്ചുവിട്ടു പാട്ട് എഴുതിയതിൻ്റെ പേരിൽ, ഈ പാട്ടിൻ്റെ പേരിൽ. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളെ വന്ന പോലെ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ. ഞാൻ നമ്മൾ 2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇപ്പം നേരത്തെ ഈ വിഷയത്തെ ഉദ്ദേശിക്കാതെ എഴുതിയ പാട്ടും ഇതിൽ പതിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ബദർ പടപ്പാട്ട്, മലപ്പുറം പടപ്പാട്ട്. പരോക്ഷമായിട്ടല്ല. ഇപ്പൊ മോയിൻകുട്ടി വൈദ്യർ 52-57 ജനിച്ചത്. അതെ, അല്ല 52-ലാണ് ജനിച്ചത്. 92-ലാണ് മരിച്ചത് എന്ന് പറഞ്ഞാൽ 40 വയസ്സ്. അദ്ദേഹത്തിന്റെ 5-ാമത്തെ വയസ്സിൽ ഇവിടെ 1-ാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നില്ല. അദ്ദേഹം 10-15 കൃതി എഴുതിയില്ല. ഏതെങ്കിലും ഒന്ന് സമരത്തെ കുറിച്ചുണ്ടോ? ഇല്ല. ബദർ, ഉഹദ്, സലീഖത്ത്, സലാസില്, ബദറുൽ മുനീർ, ജമാൽ, കിളത്തിമാല, മലപ്പുറം, അങ്ങനെയല്ലേ ഉള്ളൂ.
പക്ഷേ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ട് പാടി പറയുന്ന സദസ്സുകളിലല്ല ആളുകൾക്ക് ആവേശം ഉണ്ടായി എന്ന് പറയുന്നത്. അത് തീർച്ചയായും. ഇൻഡയറക്റ്റ് ആയിട്ട് സമരത്തിൽ ഇടപെടുകയാണ് പാട്ട്. ഈ പാടി പറയുക എന്നുള്ള സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയ ചലനങ്ങൾ, അതിന്റെ സാമൂഹ്യമാനം, അതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഇപ്പൊ നമ്മൾ ഈ പാട്ട് അറിവലയാളത്തിലുള്ള പാട്ട് വിമർശിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ശരിക്കും അതൊക്കെ ഇതിന് ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യമല്ലേ. അങ്ങനെ ഏതൊരു സാംസ്കാരിക ചരിത്രമോ രാഷ്ട്രീയ ചരിത്രമാണ് വേറൊരു സമൂഹത്തിന് അവിടെ ഉള്ളത്. തീർച്ചയായിട്ടും. ഈ പാട്ട് സമൂഹത്തിനല്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഈ ചില പാട്ടുകളെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ ചാനലൊക്കെ റിയാലിറ്റി പറയുമ്പോൾ വളരെ പ്രഗത്ഭനായ ഒരു സംഗീതജ്ഞൻ എൻ്റെ കൈ പിടിച്ചുകൊണ്ട്, നിങ്ങളുടെ നാട് ഇങ്ങനെയൊക്കെ പാട്ട് കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പലർക്കും പാട്ട് ആസ്വദിക്കാനുള്ളതും പിന്നെ കുറച്ച് വിപ്ലവം, നിങ്ങൾ നേരെ പറഞ്ഞ പോലെ കുറച്ച് പോരാ നാളിലും മറ്റു പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ കവിതയായിട്ടും വിപ്ലവ ഗാനങ്ങളൊക്കെ പാടുന്ന, സമരത്തിൽ നേരിട്ട് ഇടപെട്ട് അങ്ങനെ ഒരു നിയമ നടപടിയൊക്കെ പിന്നെ ഉണ്ടായ പാട്ടുകളൊക്കെ വളരെ കുറവാണ്. ഇവിടെ അധികൃത വർഗത്തിന്റെയും അടിയാളന്മാരുടെയും നാടൻ പാട്ടുകളും മറ്റു പാട്ടുകളൊക്കെ പലതും ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അത് അതിന്റെ ആ സമരത്തിന് ഒരു പ്രാദേശിക തലമൊക്കെ ഉണ്ടാവും. ഇതെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഇടപെട്ടപ്പോൾ എന്നിട്ട് ഈ പാട്ടിന്റെ ഒരു പ്രസക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ കൊണ്ട് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ ഒരു. അതുകൊണ്ട് തന്നെ ഇത്തരം സംസാരങ്ങൾക്ക് വലിയൊരു പ്രസക്തി ഉണ്ട്. പിന്നെ ഈ പാട്ടിന്റെ ഭാഷകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ഈ തെലങ്കാനന്റെ കേസിലൊക്കെ ഈ ഗദ്ദറിന്റെ ഒക്കെ പാട്ടുകളൊക്കെ കാണാം. ഗദ്ദറിന്റെ ഇത് പൂട്ടി പാടുന്നുണ്ട്. അതെ അതെ അതിന്റെ ഒക്കെ ഒരു സാധനം അതിനെ കുറിച്ച് പറയാനുള്ള ഈ കർഷകരെയും ഈ താഴേക്കുള്ള മനുഷ്യന്മാരെ ആകർഷിക്കുന്ന ഭാഷ, അതുപോലെ തന്നെ ട്യൂണ്, ഇത് രണ്ടും വളരെ ഈ രൂപത്തിലുള്ള മാപ്പിളപ്പാട്ടുകളായിട്ട് ബന്ധപ്പെട്ട അതെ അതിന്റെ കാരണം മാഷ് ഇപ്പോൾ പറഞ്ഞ സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞു ഒപ്പനശാലിനെ കുറിച്ച് അത് അടുത്ത് 2 തലമുറ അത് പാടി വന്നിരുന്നു പറയുന്നുണ്ട്. അതിനപ്പുറമായിട്ട് ചില സാധനങ്ങളുണ്ട്, ചില ഭാഷകൾ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുകയാണ്. ആ തലത്തിൽ നമുക്ക് പറയാവുന്ന ഏതെങ്കിലും പാട്ടുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടോ ഈ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട്? ഭാഷ ഇശലുകളിൽ വന്നതല്ലാതെ ഭാഷ പ്രാദേശികമായ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന ഭാഷയിലുള്ള പാട്ടല്ലാതെ നാടൻ പാട്ടിന്റെ ഒക്കെ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലുള്ള ഒരു ഈ കമ്പളത്തിന്റെ ഇതിൽ നമ്മളങ്ങനെ കാണുന്നുണ്ട്. ഈ സോറ് പോലെ ഭാഷ അതിൽ കുറച്ച് പ്രാദേശിക സാധനങ്ങളുണ്ട്. അല്ല അതിൽ സ്വാഭാവികമായിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടോട്ടെ പോലീസിൻ മിണ്ടാട്ടം മാറിപ്പോയി, നൈനാൻകുട്ടി മാഷ പാട്ടല്ലേ, കണ്ടോട്ടെ പോലീസിൻ മിണ്ടാട്ടം മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ പ്രയോഗങ്ങളുണ്ട്. അതൊക്കെ ആ കാലത്തെക്കുറിച്ച് പറയുന്ന പാട്ടാണ്, നൈനാൻകുട്ടി മാഷ പാട്ടാണ്. അങ്ങനെയുള്ള പ്രാദേശിക പദപ്രയോഗങ്ങൾ പാട്ടിൽ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. അതുണ്ട്, അതെത്രയോ പാട്ടുകളിലുണ്ട്. അലയൊലി ബീറിട്ടൻ്റെ നമ്മളെ മാതപ്പുറ സംഘം നടത്തി എന്നൊക്കെ പറയുന്നൊക്കെ അതൊക്കെ നമ്മളുടെ ഒരു സംസാരമല്ലേ അത്. അത്തരം പാട്ടുകൾ ആ കാലഘട്ടത്തിൽ നാടൻ പാട്ടുകൾ കണ്ടമ്പളത്ത് ഭാസ്കര മാഷ് കുറച്ചുകൂടി ഒരു മാനക മലയാളം എന്നൊക്കെ പറയില്ലേ നമ്മളെ, അങ്ങനത്തെ പാട്ട് എഴുതിയാലാണ്. അങ്ങനത്തെ ഒറ്റപ്പെട്ട പാട്ടുകൾ ഇപ്പം കൂടുതലും ആ കാലത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇന്നത്തെ പോലെ ഈ രേഖപ്പെടുത്തിയ ഇശലുകളിലാണ് പാട്ട് എഴുതി. തീർച്ചയായിട്ടും. അല്ല അതായിരിക്കും ചിലപ്പോൾ അതിന്റെ ഒരു അട്രാക്ഷൻ. ഭാഷക്ക് പകരം ഇശലുകൾ, അതായത് ബദറുലോ ഉഹദിന്റെ ഒക്കെ പാട്ടിന്റെ ബദർ പടപ്പാട് പടപ്പാടിന്റെ ഒക്കെ ഇപ്പോൾ നിങ്ങൾ ഏത് പാട്ട് എടുത്ത് നോക്ക്, ഇപ്പോൾ ഭാസ്കരൻ മാഷ് എഴുതിയ പാട്ടും കമ്പളത്ത് എഴുതിയ പാട്ടും ഒക്കെ ഈ ഒമ്പർ സുർഗത്ത് പോലെയുള്ള ഇശലുകളുടെ പാട്ടുകളാണ്. വളരെ കൃത്യമായിട്ട് പാടാൻ പറ്റുന്നത്, ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത. ഇന്നത്തെ മാപ്പിള പാട്ടുകാരുടെ പാട്ടല്ല പറഞ്ഞു, വളരെ കൃത്യമായിട്ട് പാടാൻ പറ്റുന്ന ഇശലുകളാണ്. നിങ്ങൾ ഓരോ പാട്ടുകളെയും അതിൻ്റെ തുടക്കത്തിൽ എഴുതി നോക്കൂ. ഇശലും മോളിൽ എഴുതിയുണ്ടാവും, കരുവാരക്കുണ്ട തിന്നുന്നുള്ള പാട്ട്, മറ്റേ ഹല്ലാക്കവേനെ സ്തുതിത്ത്, ബെല്ലാരി ജയിലിൽ നിന്ന് പുത്തൂറാമൻ എഴുതുന്നൊരു പാട്ടാണത്. ഹല്ലാക്കവനെ സ്തുതിത്ത് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഇവിടെ കല്യാണം കഴിക്കാൻ ഒരാൾ ജയിലിൽ നിന്ന് ആഗ്രഹപ്പെടുത്തി എതിര് പറയുന്നൊരു പാട്ടാണല്ലോ. അങ്ങനെ എല്ലാ പാട്ടും കൃത്യമായ രേഖപ്പെട്ട ഇശലുകളിലായത്. അത് വളരെ സ്പെസിഫിക് ആയിട്ട് എല്ലാ കാര്യവും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ പാട്ടുകളൊക്കെ ചിലപ്പോൾ ഇതായിരിക്കും ഈ മറ്റ് പാരമ്പര്യ കൃതികളിലുള്ള പാട്ടിൽ എഴുതുമ്പോൾ അവർക്കത് മനോഹരമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും. അതായിരിക്കും ചിലപ്പം ഇതിന്റെ ഒരു ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തും. നേരത്തെ ഈ ഒപ്പനശാലൊക്കെ വളരെ സുപരിചിതമായ ഇശലാണ്, ആളുകൾ പാടും എന്നുള്ളവർക്ക് ഇത് ഇട്ട് കൊടുത്താൽ മതി, അപ്പൊ സ്വാഭാവികമായിട്ട് കമ്മ്യൂണിറ്റിക്കിടയിൽ സ്പ്രെഡ് ആവുന്ന. ഈ പാട്ടുകളൊക്കെ ഒരു ആവേശവും വീഡിയോ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ അതിനൊരു തരത്തിലുള്ള ഇശല. ഇപ്പോൾ വൈദ്യരൊക്കെ പാട്ടുകൾ പൊതുവെ സന്ദർഭത്തിന് അനുയോജ്യമായ ഇശലുകളാണ്. തുടര മദ്ദളവും മുരചൊടുമരുവ, അത് വാദ്യഘോഷങ്ങളാണ്. അതേപോലെ ഒരു സമരാവേശത്തിന് പാട്ട് അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യസ്നേഹം വീറുകൊണ്ട കൂട്ടരുണ്ടി നാട്ടിലിങ്ങനെ ആവേശത്തിൽ പാടാൻ പറ്റുന്ന പാട്ട്, തിളപ്പിക്കുന്ന ഒരു ആവേശം. ആ ഇശലുകളാണ് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ KG ഉണ്ണി ഇപ്പോൾ നിങ്ങൾ കർഷക സമരത്തിലൊക്കെ പാടില്ലേ,
അല്ല പടച്ച ഭൂമിയെ എന്നൊരു കൂട്ടൊരു കുത്തകയാക്കി നിർത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആവേശം ഉണ്ടാക്കിയ പാട്ടിലാണൊക്കെ. ഈശ്വരകൾ തന്നെ ഇപ്പോൾ പ്രധാനമാണ്. എനിക്ക് ഭാഷയെക്കാട്ടിലും ഭാഷ വളരെ ഗൗരവമായ രീതിയിൽ ഭാഷയെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഗൗരവം തന്നെ ഉദ്ദേശിച്ചതല്ല, റിട്ടൺ ഭാഷയിൽ ആൾ എഴുതിയിട്ടുണ്ട്. അതേമത്ത് ഈശ്വരകളുടെ കോംപ്രമൈസ് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ അവർക്ക് ആവേശം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ മുഹാജിറിന്റെ വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംബർ നല്ല വിപ്ലവ ഗാനത്തിന്റെ ആവേശം ഉണ്ടാക്കി എന്ന് പറയാറുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റിയുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. അതായത് നമ്മൾ 2 കാറ്റഗറി പറയുന്ന ഇതുമായിട്ട് നേരിട്ട് ഇടപെട്ട പാട്ടുകൾ, രണ്ടാമത്തതിന് ശേഷം അതിനെക്കുറിച്ച് എഴുതപ്പെട്ട പാട്ടുകൾ എന്നുള്ളതാണ്. ഈ പറയപ്പെട്ട പാട്ടുകളെ തുടർച്ച എങ്ങനെയുണ്ട്? അതായത് പുതിയ കാലത്ത്, കാരണം ഇത് ഈ രാഷ്ട്രസ്നേഹം അതല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും നിലനിൽക്കുന്ന എക്സിസ്റ്റ് ചെയ്യുന്നൊരു സാധനമാണല്ലോ. ഇതിനുള്ള പുതിയ കാലത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ ഡയറക്റ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഒരു ക്ലീഷേ രൂപത്തിലാവും പലപ്പോഴും. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നാണ്, അദ്ദേഹത്തിലുള്ള പാട്ടുകളൊക്കെ അങ്ങനെയാവും. ഉബൈദ് മാഷൊരു പാട്ടുണ്ട്, ഈ കേരളം എന്ന ആശയത്തെ പറ്റിയുള്ള പാട്ട്. അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടിപ്പോൾ ജയിച്ചിടുന്നിതു മാമകജനനി, നിങ്ങൾ കേട്ട് കാണോ? അത് വളരെ മനോഹരം. അതിലുണ്ട് സ്വയം സമാർജിത സമ്പന്നതയാൽ സ്വതന്ത്ര ഭാരത കൽപ്പകവനമായി സമസ്ത ഭിന്നതയമർത്തി മന്നിതിൽ മുഴക്കി നവകാഹളം. ഈ പാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, ഐക്യ കേരളം എന്ന ആശയത്തോട് ജനങ്ങളെ അടുപ്പിച്ചിട്ടുണ്ട്. ജയിച്ചിരുന്നിതു മാമകജനി എന്നൊരു പാട്ടുണ്ടായില്ലേ. മയക്കി വാഴ്വു പണ്ട് മുതൽക്കേ മഹീതലത്തെ സുഭഗതയാൽ നീ മതങ്ങൾ അനവധി ഭവത്സവിധമതിൽ ഇണങ്ങി വാഴുകയായി അകലുഷ മമതയോടിത തവ വരുതിയിൽ സമതയോട് ഒതുങ്ങി മേവുകയായി. സ്വയം സമാർജിത സമ്പന്നതയാൽ സ്വതന്ത്ര ഭാരത കൽപ്പകവനമായി സമസ്ത ഭിന്നത അമർത്തി മന്നിതിൽ മുഴക്കി നവകഹളം കലയുടെ വരരുചിയോടു അതിനോട് വിലസിയിടുക പ്രബുദ്ധ മലയാളം. ഇത് ഇപ്പം നമ്മുടെ ഈ പാട്ടുകളുടെ, ഞാൻ ഈ വിഷയം തന്നെയാണല്ലോ. അപ്പോൾ ഐക്യ കേരളം ഉണ്ടായ സമയത്ത് കർണാടക സംസാരിക്കുന്ന പ്രദേശത്ത് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരത്തിലുള്ള ആളുകൾക്ക് കർണാടകയോട് ചേരേണ്ടെന്ന വാദമുണ്ടായപ്പോൾ നമ്മൾ കേരളത്തോടാണ് ചേരേണ്ടതെന്നുള്ള വാദത്തെ സപ്പോർട്ട് ചെയ്തൊരു പാട്ടാന്ന് പറയുന്നത്. പി കുഞ്ഞിരാമൻ നായരുടെ പാട്ട്, ഈ പാട്ടൊക്കെ പറയുന്നുണ്ട്. ആ തരത്തിൽ ചലനങ്ങളുണ്ടാക്കിയ പാട്ടുകൾ പിന്നീടാണ് നമുക്കുണ്ടായത്. ശരിക്കും ഇപ്പോഴൊക്കെയാണ് അത്തരം പാട്ടുകൾ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ ഈ പാട്ടുകളെ കുറിച്ചുള്ള ഇപ്പോൾ മനുഷ്യനോട് സംസാരിക്കുന്ന, മനുഷ്യർ ഒന്നാണെന്ന് പറയുന്ന പാട്ടുകൾ ഇപ്പോഴാണ് കൂടുതൽ ആവശ്യം. നമ്മളെ ഇയാളുടെ ഒരു പാട്ടില്ലേ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ പാടി പറഞ്ഞപ്പോൾ മുസൽമാൻ്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും നാടിതിനല്ലേ, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ, ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെ ഓർക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. PH അബ്ദുള്ള മാഷയുടെ പാട്ടാണ്. നമുക്ക് നിർത്താവുന്നൊരു പാട്ടും കൂടെയാണ്. അതെ, അല്ല, PH അബ്ദുള്ള മാഷയുടെ ഒരു പാട്ടാണ്. ഈ പാട്ടൊക്കെ ഇപ്പം വളരെ ആവേശപൂർവ്വം അദ്ദേഹം എഴുതിയ കാലത്തേക്കാൾ, PH ഈ പാട്ട് എഴുതിയ കാലത്തേക്കാൾ ഈ കാലഘട്ടത്തിൽ ഈ പാട്ട് വളരെ ആവേശപൂർവ്വം ഉണ്ടാക്കുന്നു, ആളുകൾ കൊണ്ടാടുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഈ ഹിന്ദു മുസ്ലിം ഐക്യമുള്ള ഒരുപാട് പാട്ടുകാരുണ്ട്, ഈ മൈത്രി ഗാനങ്ങൾ. പക്ഷെ അത് കുറച്ചുകൂടി ഗൗരവമായ രീതിയിൽ എഴുതിയാൽ ആളുകൾ അത് ശ്രദ്ധിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനതിപ്പോൾ ചില പാട്ടുകൾ നമ്മളിങ്ങനെ ഒരു ക്ലീശേ രൂപത്തിലല്ലാതെ എഴുതിയാൽ ആളുകൾക്ക് ഇപ്പോൾ നമ്മളിപോലെ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക്, PT എഴുതിയ ഈ വരിക്ക് എത്ര പ്രസക്തിയായിട്ടുള്ളത് അല്ലേ. പൊന്നാനിലെ KV അബൂബക്കർ ഉസ്താദ് പട്ടാപ്പകൾ ചൂട്ടിൽ ഭിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു. ഈ എന്താ പറയുക, ദുനിയാവാകെ ചുറ്റി നടന്നിട്ടും മനുഷ്യനെ കണ്ടില്ല. ഇത് ഈ കാലത്ത് വലിയ പ്രസക്തിയുള്ള വരികളായി വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ അദ്ദേഹം എഴുതിയൊരു പാട്ടല്ലേ. ആ തരത്തിൽ പാട്ടുകളുടെ പ്രസക്തി ഇപ്പോഴും ഉണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന പാട്ടുകളുടെ ഇപ്പോഴും പ്രസക്തി ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരം ഇപ്പോൾ നമ്മുടെ മുമ്പിലില്ല. അനീതിക്കും അനാചാരത്തിനും ഇതിലൊക്കെ എത്ര പാട്ടുകൾ നമ്മുടെ മുമ്പിൽ വന്നത്.
സ്ത്രീധനത്തിനെതിരെ എത്ര പാട്ട് വന്നു. അപ്പോൾ കാലഘട്ടത്തിൽ പക്ഷേ പുതിയ കാലത്തിൻ്റെ ഒരു പ്രശ്നം എന്നറിയാം, നമ്മളിപ്പോൾ പറഞ്ഞിങ്ങനെ എപ്പോഴും പറയുന്നൊരു കാര്യം ഇതുണ്ട്, ഈ വിഷയാധിഷ്ഠമായ പാട്ടുകൾ കുറവാണ്. വിഷയാധിഷ്ഠമായ പാട്ട് ഇതുണ്ട്, പക്ഷെ അത് മൗലികമായ ഒരു നിലനിൽക്കുന്ന തരത്തിലുള്ള ചേരുവകളുള്ള പാട്ടുകളില്ല എന്നുള്ളത്. ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പാട്ടുകൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്നത്. വരുന്നു പോകുന്നതിനപ്പുറമായിട്ട് ഇപ്പോൾ ഉള്ളിലേക്ക് കയറുന്നില്ല. ഉള്ളിലേക്ക് കയറുന്ന രൂപത്തിലേക്കുള്ള പാട്ടില്ല. എല്ലാവരും ഇതുപോലെ ഇതൊന്നും അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത വേണമല്ലോ, ഒരു പാട്ടിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതമായിട്ട് നമുക്ക് വേണമല്ലോ. അപ്പോൾ നമ്മളത് ഹൃദയം തൊട്ട് നിൽക്കുന്ന, അപ്പോൾ ഞാൻ ഗാന്ധിജിയെക്കുറിച്ച് ആ പാട്ട് പാടിയിട്ടുണ്ട്. ഗാന്ധിജിയെക്കുറിച്ച് എന്തു ചെയ്യാൻ നമ്മളിലാർക്കും ഭാഗ്യവുമില്ല. ഈ ഒരു ഗാന്ധി ജയന്തി ഇപ്പോൾ അത് PN മാലിക്കോയൊക്കെ ഇത് പാട്ടാണ്. ഇപ്പോൾ ഇത്ര ദിനങ്ങളിൽ നമുക്കൊരു മനോഹരമായ ഗാന്ധിയെക്കുറിച്ചൊരു പാട്ടുണ്ടായിക്കൂടാ. അല്ല, ഈ അടുത്ത ഏതൊരു പാട്ട് ഇങ്ങനെ ട്രഡീഷണൽ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ട്രഡീഷണൽ പാട്ട് അത് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കണ്ടേ. ഇത് മത്സരത്തിനായിട്ട് എഴുതപ്പെട്ട പാട്ടുകളാണ്. അത് ഗാന്ധിയെക്കുറിച്ച് ആ കുട്ടി പറയുന്നതുകൊണ്ട് നമുക്ക് ഗാന്ധിജി മനസ്സിലാവില്ല, അതല്ലേ മനസ്സിലാവില്ല. ഞാൻ വിമർശിക്കുകയല്ല, ഞാൻ പറഞ്ഞത് അത്തരം പാട്ടുകളൊക്കെ ഇപ്പോഴും ദേശീയോദ്ഗ്രഥനം വലിയ പ്രസക്തിയുള്ള ഒരു മേഖലയാണ്. അതൊക്കെ ഒരു വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. പക്ഷേ ആ തരത്തിലേക്ക് നമ്മുടെ കവികളൊക്കെ വരണം. തീർച്ചയായിട്ടും. ഏതായിരുന്നാലും ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മനസ്സുകൾ അകലുന്നൊരു സമയം കൂടെയാണ്. മനസ്സുകൾ ചേർന്ന് നിന്നിട്ട് ഈ എന്താ പറയുക, നമ്മളെ എപ്പോഴും പറയുന്ന ദേശീയതയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക, നമ്മളൊക്കെ അതിൻ്റെ ഭാഗമായി മാറാൻ വേണ്ടി പ്രവർത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട അല്പം ചില പാട്ടുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ പാട്ടുകൾ നമ്മുടെ പെട്ടെന്ന് പരിചയപ്പെടുത്താൻ പറ്റുന്ന കാര്യം ഒരുപാട് പാട്ടുകളുണ്ട്. പിന്നെ ഓരോ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാലത്ത് ബന്ധപ്പെട്ടാണ്. ഏതായാലും നമ്മുടെ ഈ സംസാരം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ ഇത്തരം പാട്ടുകളിലേക്കുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് നമ്മൾ നടത്തിയത്. അങ്ങനെയുള്ളൊരു ഗൗരവമായി നമ്മൾ കണ്ടെടുക്കാത്ത, നമ്മൾ പറയാത്ത ഇഷ്ടം പോലെ പാട്ടുകൾ കാണും, ഓരോ സ്ഥലത്തും ഉണ്ടാവും. അതൊക്കെ കണ്ടെടുക്കാനും അതൊക്കെ എന്താ പറയുക, കളക്ട് ചെയ്യാനും ശേഖരിക്കാനും ഒക്കെയുള്ള ഒരു ആവേശം ഇതുകൊണ്ടൊക്കെ ഉണ്ടായാലും നമുക്ക് സന്തോഷമാണ്. ചരിത്രം ഇങ്ങനെ നമ്മളിങ്ങനെ ഉറക്കെ നമ്മളിതൊക്കെ പറയുകയും നമ്മൾ ആവേശപൂർവ്വം അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യേണ്ട ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ഇതൊരു സഹായമാവട്ടെ. ഏതായാലും കുറച്ച് നേരം സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഈ ഒരു സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. കാരണം നമ്മളത് പിന്നെ നമ്മുടെ ഒരു കുട്ടിക്കാലത്തെ സ്വാതന്ത്ര്യദിനം പോലെയല്ല ഇന്ന് സ്വാതന്ത്ര്യം. പിന്നെ ഞാനെനിക്ക് മനോഹരമായ ഒരു സ്വാതന്ത്ര്യദിന ആശംസ കണ്ടത്, പിന്നെ എനിക്ക് എൻ്റെ നാടിന് പിന്നെ എന്താ പറയുക, ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകണമേ റബ്ബേന്ന് ഒരാശംസ പറഞ്ഞു. കഴിഞ്ഞ തവണ ഞാൻ കണ്ടതാണ്. എനിക്കത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു ടെൻഷനിൽ നമ്മൾ നിൽക്കുന്നൊരു കാലത്താണ്, എല്ലാവരും ആശങ്കയിൽ നിൽക്കുന്നൊരു കാലത്താണ്, നമ്മളെല്ലാവരും പലതരത്തിലുള്ള ഭീഷണിയെ മാറുന്ന കാലത്ത് നമുക്ക് ഇന്ത്യ എന്ന ഒരു രാജ്യം നമ്മളും കൂടി ചേർത്ത് ഉണ്ടാക്കിയൊരു രാജ്യം, അതിൻ്റെ ഒരു യശസ്സിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനം.